ഇതെൻ്റെ വാഴക്കൃഷി. ആദ്യം കണ്ടത് ഏത്തവാഴ. ഇനി ഇത് 2-3 പൂവനുണ്ട്. തുടക്കത്തിലുണ്ട് 2-3 പൂവൻ. ഇനി കാണുന്നത് ഞാലിപ്പൂവൻ. ഞാലിപ്പൂവൻ്റെ ഇടവഴി പയർ നട്ടിട്ടുണ്ട്. സൈഡും വഴി ചേമ്പ് നട്ടിട്ടുണ്ട്. ഇത് ഞാലിപ്പൂവനാണെന്ന് ഉടനീട് അങ്ങേയറ്റം വരെ ഞാലിപ്പൂവൻ. ചേമ്പിന് മണ്ണിടണം. ഞാലിപ്പൂവനാണിത് മുഴുവൻ. കുഴി കുത്താൻ നേരത്ത് മാത്രം 2 പണിക്കാരെ വിളിച്ചതേ ഉള്ളൂ. ബാക്കി വളഞ്ഞതും വളമിട്ടതും, വളമെന്ന് പറഞ്ഞാൽ രാസവളം അധികം ഇട്ടിട്ടില്ല. രാസവളം ഇട്ടിട്ടില്ല. നമ്മൾ എല്ലുപൊടി നട്ടപ്പോൾ കുമ്മായം കുഴിയിലിട്ട് നട്ടതേ ഉള്ളൂ. പിന്നെ വളഞ്ഞ് ചാണകം, എല്ലുപൊടി, പിന്നെ ചവർ, പുല്ല് കയറാതെ 2-3 പ്രാവശ്യം. ഇതൊക്കെ പാളയം കോടനാണ്. ഈ സൈഡ് പറമ്പിൻ്റെ സൈഡായ എരമ്പാണ്. അവിടെ വാഴ കയറി വരാൻ ഇച്ചിരി താമസമുണ്ട്. പിന്നെ താഴത്തെ അരിയിൽ വെള്ളവും കിട്ടുന്നുണ്ട്. ഇവിടെ കയറി വരാൻ താമസമുണ്ട്. അതിൻ്റെ ഒരു എരമ്പിൻ്റെ ഒരു ഇത് കാണാനുണ്ട് ഇവിടെ. കുറേശ്ശെ മൂടുകയാണ്. ഇത് പൂവന്. ചെറുതായിട്ട് കാണുന്നത് ഇത് ഞാലിപ്പൂവന്. അതൊരു ആഞ്ഞിലിയുടെ കീഴെയാണ് നിൽക്കുന്നത്. അവിടെ എരമ്പുണ്ട്. വെള്ളം കെട്ടി നിൽക്കുന്നത്. ഈ ദിവസങ്ങളിൽ അത് കുഴി മൂടി പയ്യെ കയറി വരുമെന്ന് വിചാരിക്കുന്നു. ചെറിയ വിത്തുകളായിരുന്നു ഞാലിപ്പൂവിൻ്റെ. ഒത്തിരി വലിപ്പമുള്ളതല്ല. അതുകൊണ്ട് സമയമെടുക്കും. കൃഷിയിൽ അറിവുള്ളവർ പറഞ്ഞത് കുഴപ്പമില്ല, കളയേണ്ട കാര്യമില്ല, അത് കയറി വരുമെന്നാണ്. ഇതാണ് നമ്മുടെ വാഴ. ആദ്യം കണ്ട വാഴയാണ് ഞാൻ നിൽക്കുന്നത്. ഏത്തവാഴ. ഇത് കുറച്ച് വളർച്ച കൂടുതലുണ്ട്. അങ്ങേയറ്റത്ത് മൂലയിലായിട്ട് അവിടെ കുറച്ച് പൂവനുണ്ട്.